പ്രിയമുള്ള ശ്രോതാക്കളെ, ഓണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഓണം എന്ന് പറയുന്നത് ഓർമ്മയാണ്. ഒരു ഓർമ്മ പുതുക്കലാണ് ഈ കടൽത്തീരത്ത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. റേഡിയോ നെയ്തൽ എല്ലാവർക്കും അറിയാം, ഇത് തീരദേശത്തിന്റെ റേഡിയോയാണ്. ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും തീരദേശത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാനുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഏതായാലും അങ്ങനെ ഒരു പരിശ്രമത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്ക് സാവധാനം നമ്മുടെ ഓണ അനുഭവങ്ങൾ, കുട്ടിക്കാലം മുതൽ ഏതെങ്കിലും അവസരത്തിലൊക്കെ പ്രത്യേകം ഓർമ്മകൾ ഓർത്തെടുക്കാൻ മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്കതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. ആദ്യമേ എനിക്ക് ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് സാവധാനം നമുക്ക് ഷെയർ ചെയ്ത് തുടങ്ങാം. ബാലു തുടങ്ങാം. എൻ്റെ ഒരു ബാലകൃഷ്ണൻ എന്നാണ്. ഓണത്തെ പറ്റി പറയാൻ, എൻ്റെ വീട് തമ്പകച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനൊരു ഷെയർ ബ്രോക്കറായിട്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ അല്പം സാമൂഹ്യ പ്രവർത്തനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കലാസ്വാദകനാണ്. അച്ഛൻ്റെ കൂടെ നന്മ എന്നൊരു പരിപാടിയിലാണ് ഞങ്ങൾ ആദ്യം അച്ഛനുമായിട്ട് സഹകരിക്കുന്നത്. ജില്ലാ പോലീസിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ പൊതുവായ ഇടങ്ങളിൽ ഞാനും അച്ഛനുമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ആ സൗഹൃദം തുടരുന്നു. ഓക്കെ. എൻ്റെ പേര് ആഗ്ന. ഞാൻ റേഡിയോ നെയ്തലിൽ RJ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് റോയ് പി തിയോച്ചൻ. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. പ്രവാസി മലയാളി കൂടെയാണ്. കൂടി പറയാം. അതെ. ഓക്കെ. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നത്, എപ്പോഴും ഒരു റേഡിയോ നെയ്തലിന്റെ ഒരു അഭ്യുദയകാംക്ഷയാണ്. തീർച്ചയായും. കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കും, എന്ത് സഹായം ചെയ്യാനും തയ്യാറാണ്. ആ തരത്തിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ് മിസ്റ്റർ റോയ്. നമുക്ക് അടുത്ത. എൻ്റെ പേര് സണ്ണി. മംഗലം എന്നുള്ള സ്ഥലത്താണ് എൻ്റെ താമസം. ഞാനിപ്പോൾ റേഡിയോ നെയ്തലിൽ RJ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹം ഒരു നാടക നടനാണ്, ഇപ്പോഴുമാണ്. ആരെങ്കിലും നാടകത്തിന്റെ വിളിച്ചാ പോവും. ഇപ്പൊ പക്ഷെ നാടകങ്ങളില്ല. അതാണ് ഒരു പ്രതിസന്ധി. നാടകം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാടക നടന് ഉണ്ടായിരിക്കേണ്ട ശബ്ദവും ഗാംഭീര്യവും അത് അവതരിപ്പിക്കുന്നതിനുള്ള ചാതുര്യവും ഒക്കെ ഉള്ള വ്യക്തിയാണ്. ഇപ്പോൾ RJ എന്ന നിലയിൽ റേഡിയോയ്ക്ക് ഒരുപാട് ഗുണകരമാകുന്നുണ്ട്. എൻ്റെ പേര് ബൈജു വർഗീസ്. സ്ഥലം അമ്പലപ്പുഴയ്ക്കടുത്ത് കഞ്ഞിപ്പാടമാണ്. കുട്ടനാടൻ പ്രദേശമാണ്. ഞാൻ ദീർഘകാലം കേരള പോലീസിലുണ്ടായിരുന്നു. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ടിരിക്കുമ്പോൾ BRS എടുത്തു. ഞാൻ പോലീസുകാരൻ മാത്രമല്ല, അതിനു മുന്നേ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന തന്നെ അറിയപ്പെടുന്ന വെച്ചാൽ അത്യാവശ്യം എഴുതുന്ന എഴുത്തുകാരനായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കൂടിയാണ് എഴുതി തുടങ്ങുന്നത്. 1990 പ്രഥമ കവിതയ്ക്കുള്ള കനകശ്രീ അവാർഡ് എനിക്കായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയിലെ കഥയിലും കവിതയിലും രചനാ മത്സരങ്ങൾ സമ്മാനം നേടിയിട്ടുണ്ട്. തുടർന്ന് അവാർഡുകളൊരു വലിയൊരു നീണ്ട നിര ഉണ്ട്. അതായത് കാക്കനാടൻ അവാർഡ് കഴിഞ്ഞ വർഷത്തെ എനിക്കായിരുന്നു, എൻ്റെ കഥാസമ്മാനത്തിനായിരുന്നു. OV വിജയൻ്റെ പേരിലുള്ള കഥാ അവാർഡ് എനിക്കായിരുന്നു. അവസാനം 5 പുസ്തകങ്ങൾ, 2 കഥാസമാഹാരം, 2 കവിതാ സമാഹാരം, 1 നോവൽ, അത്രയും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും പുതിയത് അനുരാഗ നദിയിലെ പാലം എന്ന നോവലാണ്. അതിൻ്റെ 1ാം പതിപ്പ് കഴിഞ്ഞു, 2ാം പതിപ്പിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ എഴുത്തച്ഛൻ മലയാളം സർവകലാശാല നടത്തിയ കഥയിലും കവിതയിലും എനിക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മുഖരേഖയുടെ ആദ്യകാലം തൊട്ട് ഞാൻ അതിൽ എഴുതുന്നുണ്ട്. സേവ്യർ അച്ഛനുമായിട്ടുള്ള വലിയൊരു ആത്മബന്ധം അക്കാലം മുതലുണ്ട്. ഇവിടെ വരാൻ വളരെ വൈകിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് എനിക്ക് ഒരു ക്ഷണം കിട്ടിയത്. ആ ക്ഷണത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. പലരും പറഞ്ഞെങ്കിലും ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല. എന്നെ തേടി ഒരിക്കലും ആ ക്ഷണം എത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അത് എത്തി. ആ സമയത്ത് ഞാൻ ഇവിടെ. ബൈജുവും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. നേരത്തെ തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് ഞാൻ മുഖരേഖ എന്ന് പറയുന്ന ഒരു മാസിക നടത്തിയിരുന്നു. അത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാസികയായിരുന്നു, ഒരു സെക്കുലർ മാഗസീനായിരുന്നു. അതിൽ ബൈജുവൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. ഇതേപോലുള്ള മാഗസീൻ നടത്തുന്നവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഞാനും ഫേസ് ചെയ്തായിരുന്നു. ഭയങ്കരമായ സാമ്പത്തിക ബേർഡൻ വന്നിട്ട് നമുക്ക് അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഒരു നാച്ചുറലായിട്ട് അത് നിന്നു പോവുകയാണ് ചെയ്തത്. പിന്നീട് പുനരുദ്ധരിക്കാനായിട്ട് സാധിക്കാതെ വന്നതാണ്.
എന്തായാലും ഞങ്ങൾ ആ ബന്ധം നിലനിർത്തുന്നു. നമുക്ക് അടുത്ത. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. ഓമനപ്പുഴയാണ് വീട്. ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഒരു പൊതുപ്രവർത്തകനാണ്. CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ ഇപ്പോൾ മാരാരിക്കുളം ഏരിയ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഈ കടലിൽ പോയി മീൻ പിടിക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു. പിന്നീട് ഇപ്പം മത്സ്യബന്ധനത്തിന് പോകുന്നില്ല, പക്ഷേ പൊതുപ്രവർത്തന രംഗത്തുണ്ട്. അതാണ്. വളരെയേറെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. നല്ല പ്രവർത്തകൻ തന്നെയാണ്. കറതീർന്ന പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ഇമ്മാനുവൽ. ഓക്കെ. എൻ്റെ പേര് ജുവൽ. ഞാനൊരു RJ ആണ്. നിലവിൽ നെയ്തൽ RJ ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞാൽ അർത്തിങ്കൽ തൈക്കൽ സ്വദേശമാണ്. യു ആർ എ സ്റ്റുഡൻറ് ഓൾസോ അല്ലേ? ഒരു സ്റ്റുഡൻ്റ് ആണ്. കുറച്ച് എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു മെർച്ചൻ്റ് നേവി സ്റ്റുഡൻ്റാണ്. ഒരു ആസ്പയറിംഗ് മെർച്ചൻ്റ് നാവിഗേറ്ററാണ്. നിലവിൽ ഞാൻ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇനി ഓൺ ബോർഡ് ട്രെയിനിങ് വരെ നെയ്തലിലുണ്ടാവും. വെരി ഗുഡ്. അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു സന്തോഷം, വൈവിധ്യതയുള്ള ഒരു ഗ്രൂപ്പാണ്. പല മേഖലകളിൽ നിന്നുള്ള വ്യക്തികളാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. തുടക്കത്തിലെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ശരിക്കും ഓണം ഒരു ആഘോഷമാണ്. എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് സാവധാനം നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള ഏതെങ്കിലും നിർണായകമായ ചില അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പങ്കുവെച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു പ്രവാസി മലയാളി എന്ന നിലയിൽ എന്താണ് കുട്ടിക്കാലം മുതലുള്ള ഈ ഓണത്തെ, പ്രത്യേകിച്ചും നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് നാട്ടിലെ ഉത്സവങ്ങളും കൂടുതൽ അടുത്തു വരുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഒന്ന് തുടങ്ങാൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഓണം എന്താണെന്ന് അറിയുന്നത് നമ്മൾ വിദേശത്ത് പോയതിനു ശേഷം. അതായത് പ്രവാസികളുടെ ഓണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഓണം തുടങ്ങി അടുത്ത ഡിസംബർ വരെ അത് നിൽക്കും. അത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഓണം ആഘോഷിക്കുന്നത് പ്രവാസി മലയാളികൾ മാത്രമാണ്. നേരത്തെ നമ്മുടെ ഈ 10 ദിവസം അത്തമ്പത്തിന് പിന്നെ ഓണം വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്ന്, അല്ലെ ചതയം വരെ നമ്മുടെ ഓണം നീണ്ടു നിൽക്കും. പക്ഷെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഒരു മാസങ്ങളോളമാണ് ആഘോഷിക്കുന്നത്. അതിന് അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജാതിമത ഭേദം അന്യേ. അപ്പം ഇവിടെ അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും, ഇവിടെയും ചില വേർതിരിവുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇതിനകത്ത് കാണത്തില്ല. അതാണ് അതിനകത്തോട് ഏറ്റവും വലിയൊരു ഐക്യത്തോടുകൂടെ ആഘോഷം നടത്തുന്നതെന്ന് വെച്ചാൽ ഓണമാണ് പ്രവാസികൾ. പിന്നെ ഇവിടെയാന്ന് പറയുമ്പോൾ ഓണത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് വളരെയധികം ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓണം കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അത് ഓർക്കാൻ നേരത്ത് നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള ഓണം ആയിരിക്കത്തില്ലായിരുന്നു. പലപ്പോഴും ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഓണം വരുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്, ഓണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ തെങ്ങുകളാണ്. ആദ്യം നമ്മുടെ പരിസരം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കുറച്ച് റോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ഊഞ്ഞാലിടണം, തുടക്കം അതാണ്. അപ്പം ഞങ്ങൾ കുട്ടികളാകുമ്പോൾ ഈ തെങ്ങ കയറി ആരും ഊഞ്ഞാലിടും. അങ്ങനെ നമ്മുടെ ചേട്ടന്മാരൊക്കെ കാലൊക്കെ പിടിച്ചിട്ട് ആരും കയറത്തില്ല. അപ്പം ഞങ്ങളെ അറിയുന്നവരൊക്കെ കയറും, നെഞ്ചൊക്കെ ഉരഞ്ഞ് പൊട്ടും, താഴെ വീഴും. എന്താണേലും ഞങ്ങൾ ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഊഞ്ഞാലിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ അടുത്തുള്ള എല്ലാ കുട്ടികളും കൂടിയിരിക്കും. അപ്പം അതിൻ്റെ ചെന്ന് വെച്ചാൽ 3-4 വിക്റ്റങ്ങൾ കാണും. ഈ നെഞ്ചി ഉരഞ്ഞ് തെങ്ങ കയറി എന്നാലും ഇടും കേട്ടോ. ഇത് കഴിയാന്നത്തെ ഓണം അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൂരപ്പെട്ട സ്ഥലം എന്ന് വെച്ചാൽ ലിയോത്തടി സ്കൂളാണ് പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പൂ പറിക്കാൻ പോകുന്നൊരു സമയമുണ്ട്. നമ്മുടെ ഈ കർത്തകാളി പാലം പോലെ ഇങ്ങോട്ടാണ് നമ്മുടെ ടാർഗറ്റഡ് ഏരിയ പൂ പറിക്കാനായിട്ട്. അപ്പം പൂ പറിക്കാൻ ഞങ്ങൾ ഒരു ഗ്യാങ്ങായിട്ട് പോകും. ആരും പൂ തരത്തില്ലല്ലോ, ഞങ്ങൾ മോഷ്ടിക്കും. മതിലൊക്കെ കയറി ആൾക്കാർ ഓടി വരും, പഠിച്ചതിൽ വീഴും, അവിടെ നിന്ന് ഓടി അടുത്ത സ്ഥലത്തേക്ക് പോകും. പിന്നെ നമ്മുടെ ചുറ്റുവട്ടമൊക്കെ അന്ന് തുമ്പ കിട്ടും, വെള്ളപ്പൂ കിട്ടുന്നത്. തുമ്പപ്പൂവാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം. അപ്പം ഞങ്ങൾ കാട്ടിലോട്ട് ഇറങ്ങും ഇങ്ങനെ തുമ്പപ്പൂ പറിക്കാൻ.
അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞെടുക്കുക നമ്മുടെ ഉറക്കം തൂങ്ങിയ മരത്തിൻ്റെ ഇലകൾ, ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ ഒപ്പിക്കും 10 ദിവസം ഞങ്ങൾ. പിന്നെ ഇവിടുന്ന് അപ്പം അത് കുട്ടികളുടെ പരിപാടിയാണെങ്കിൽ ഇവിടുന്ന് മടക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ പഞ്ചവടി എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പുറം പഞ്ചവടിയും പിന്നെ ഇപ്പുറം ഒരു സ്ഥലം കൂടെ ഉണ്ട്. ഈ 2 സ്ഥലത്തും ഭയങ്കര കോമ്പറ്റീഷനാണ്. പഞ്ചവടിയിൽ അത് ഭയങ്കര ആഘോഷമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോഴും അതൊരു സാഹചര്യത്തിലാണ് ഓണം പോകുന്നത്. കാടൻ പെറ്റു ഓണം മുണ്ടണം എന്ന് പറഞ്ഞാണ് ആ ഒരു സാഹചര്യത്തിലാണ് മലയാളി എന്ന് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ കാര്യം എന്താണ്, പ്രത്യേകിച്ച് തീരദേശമാകുമ്പോൾ അത്രത്തോളം കഷ്ടപ്പാടിലാണ് തീരദേശ ജനങ്ങൾ. ഇപ്പോഴും അത് തന്നെ, അന്നും അത് തന്നെ, കുറച്ചൊക്കെ മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞ ഓണം ആഘോഷിച്ചിരിക്കുന്നത് ഇവിടുന്ന് പ്രവാസിയായി പോയതിന് ശേഷം. അത് ഈ പറഞ്ഞ 1 മാസമല്ല, മാസങ്ങളോളം ഓണം ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലെ അതൊക്കെ ഓർമ്മയിൽ വരുമ്പോൾ കുട്ടിക്കാലത്തുള്ള ഓണത്തിൻ്റെ അത്ര സുഖമൊന്നും അതിന് കിട്ടത്തില്ല. അത് 2 തലത്തിലും ചിന്തിക്കുമ്പോൾ അന്ന് നമ്മളും അതിനുവേണ്ടി പരിശ്രമിച്ചു. ആ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒന്ന് ഓർക്കാൻ നേരത്തെ തന്നെ എപ്പോഴും ഓണം വരുമ്പോൾ പഴയ കാലത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇമ്മാനുവൽ ചേട്ടനെ കേൾക്കാം. എന്താ അതിന്റെ ഒരു കാരണം, അദ്ദേഹത്തിന് അടിയന്തരമായിട്ട് ഒരു സ്ഥലം വരെ എത്തിച്ചേരേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. കഴിയുന്നത് കുറേയേറെ നേരം ഇരിക്കും നമ്മുടെ കൂടെ. മാത്രമല്ല ഒരു കറതീർന്ന പ്രവർത്തകനാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. തീർച്ചയായും. അപ്പൊ ആ നിലയ്ക്ക് 2 കപ്പാസിറ്റി ഉണ്ട്. ആ നിലയ്ക്ക് ഒരു ഓണം പോലൊരു ആഘോഷത്തെ എങ്ങനെ നോക്കിക്കണ്ടു എന്ന് കേൾക്കാം. അതായത് നമ്മൾ എല്ലാവരും ഒരു നൊസ്റ്റാൾജിയായിട്ട് കാണുന്നതാണ് ഓണം. എൻ്റെ ചെറുപ്പത്തിലെ ഓണത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നത് പല കറി കൂട്ടി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് എൻ്റെ വീട്ടിലല്ല. ഓണത്തിന് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ എല്ലാ ഓണത്തിനും വിഷുവിനും അവിടെ ഭക്ഷണം ഒരുക്കും. ഞങ്ങൾക്ക് മകൻ്റെ കൂട്ടുകാർക്ക്, ഞങ്ങൾ 3 പേരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കറികളുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള കറികൾ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ദിവസം ഈ ഓണമാണ്. അന്നെല്ലാം നമ്മളുടെ വീട്ടിൽ ഭക്ഷണം ഒരുക്കുമ്പോൾ ഒരു കറിയേ ഉണ്ടാകത്തുള്ളൂ, ഒരു മീൻ കറിയും ചോറും. അപ്പോൾ പലതരം കറി കൂട്ടി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സമയം ഓണമാണ്. അതാണ് ചെറുപ്പത്തിലെ ഏറ്റവും സുന്ദരമായ ഓർമ്മ. പിന്നെ കളിക്കാൻ പറ്റും, കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് കളിക്കാൻ പറ്റും. ഞങ്ങൾ ഊഞ്ഞാലിടും. ഈ നേരത്തെ റോയ് സാർ പറഞ്ഞ പോലെ ഊഞ്ഞാലിടും. അത് ഈ അപ്പച്ചൻ ഈ പണിക്ക് പോകുന്ന വള്ളത്തിലെ കമ്പയുണ്ട്. അന്ന് റോപ്പല്ല, കമ്പയാണ്. കമ്പ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ഊഞ്ഞാലിടും. ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള പിള്ളേരെല്ലാവരും വരും, ഊഞ്ഞാലിടാൻ വേണ്ടി വരും. അങ്ങനെ അതാണ് ഒരു സന്തോഷകരമായ ഓർമ്മയെന്ന് പറയാവുന്നത്. അതിനേക്കാൾ വളരെയധികം മുന്നോട്ട് പോയി നാട്. അന്ന് ആഘോഷങ്ങൾ ഇല്ല. അന്ന് ഇതേപോലെ ആഘോഷങ്ങൾ ഉണ്ടാകുന്നത് ഈ വർഷത്തിൽ വല്ലപ്പോഴുമൊക്കെയാണ്. അതുകൊണ്ട് ആൾക്കാർ ആ സമയത്ത് ആഘോഷിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ദിവസങ്ങൾ എല്ലാ ദിവസവും ആഘോഷം. ഇപ്പോൾ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ തന്നെ ആ കല്യാണം ഇത്രയധികം ആഡംബരപൂർണ്ണമായി നടക്കുന്ന അന്നൊന്നും സങ്കല്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ പട്ടിണി കിടക്കുന്നതിനിടക്ക് വരുന്ന ഒരു ദിനമായതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ആ ഓണം ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. ഈ മീനാക്ഷി ചേച്ചി വെച്ച് തരുന്ന നല്ല കറിയും രുചിയും സാമ്പാറും അവിയലും ഒക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന, അതാണ് ഈ ഓണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വരുന്ന ഒരു ഓർമ്മ. ഓക്കെ, നമുക്ക് എഴുത്തുകാരനും പോലീസുകാരനും ഒക്കെ ആയ ബൈജു വർഗീസിനെ കേൾക്കാം. ഓണത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മകൾ, ഞാനൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ചെങ്കിലും എൻ്റെ വീടിൻ്റെ പരിസരം അമ്പലപ്പുഴയാണ്. അതുകൊണ്ട് കുട്ടനാട് ഉള്ള പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് ചുറ്റുമുള്ളത് ഹിന്ദുക്കളുടെ വീടുകളാണ്. എൻ്റെ വീടും ഒക്കെ ഒരു 4 കെട്ടിൻ്റെ ആ രീതിയിലുള്ള വീടും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികളും ബന്ധുക്കളുടെ അച്ഛൻ്റെ സഹോദരങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടാകും. അന്ന് അച്ഛന് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ലീതൻ സ്കൂൾ അധ്യാപകനായിരുന്നു. ബാക്കി ഉള്ളവരൊക്കെ കൂലിപ്പണിക്കാരൊക്കെ ആയിരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരുമിച്ചൊക്കെ കൊണ്ടുനടന്നു, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കൊണ്ടുനടന്നു. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് പൂവിടുന്നതും പൂക്കൾ പറിച്ചുള്ള ഓണമൊക്കെ എന്നും ഓർത്തിരിക്കുന്നുണ്ട്. പിന്നീട് അത് വലിയൊരു കാലമാണ്. കാലത്തെ
മറന്നു പോകാതിരിക്കാൻ വേണ്ടി എൻ്റെ നോവലിലൊക്കെ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ വീടും ആ കുട്ടിക്കാലവും കുട്ടനാടിൻ്റെ പശ്ചാത്തലമൊക്കെ അനുരാഗ നദിയിലെ പാലം എന്ന് പറയുന്ന നോവലിൽ ഞാനത് പകർത്തി വെച്ചു. കാര്യം എനിക്ക് ശേഷം ഈ ഓർമ്മ ഉണ്ടാകില്ലല്ലോ. കാര്യം അവസാനത്തെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിക്കുകയും ജീവിക്കുകയും ഈ നൂറ്റാണ്ടിൽ തുടരുകയും ചെയ്ത ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ശേഷം ഈ ഓർമ്മ ഉണ്ടാകില്ല എന്നൊരു തോന്നലിൽ അത് എൻ്റെ ഓർമ്മ പുസ്തകമായിട്ട് എൻ്റെ നോവലിൽ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. വരും തലമുറയ്ക്ക് ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാൻ വേണ്ടി. പിന്നീട് ഞാൻ മറ്റ് പലരെയും പോലെയൊക്കെ ജോലിയൊക്കെ തേടി നടന്നു. പല ജോലിയും അവസാനം ഒരു പോലീസുകാരനായി മാറുകയാണ് ചെയ്തത്. പോലീസിലെ ഓണം എന്ന് പറയുന്നത് പലപ്പോഴും തെരുവിലായിരിക്കും. സ്ഥിരമായി നമുക്കൊരിക്കലും ലീവ് കിട്ടാറില്ല. അതുകൊണ്ടും പലപ്പോഴും തെരുവിലാണ് എൻ്റെ ഓണം. ചിലപ്പോൾ ഓണത്തിന് ഒന്നും കഴിക്കാൻ പറ്റായിരുന്നുണ്ട്. പലപ്പോഴും പട്ടിണിയുടെ ഓണമാണ് പോലീസിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്നും കഴിക്കാത്ത ഉച്ചനേരങ്ങളാണ് പലപ്പോഴും. കാര്യം കടകളും തുറക്കില്ല. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഡ്യൂട്ടിയിലായിരിക്കും. അപ്പം ഏതെങ്കിലും വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ബ്രെഡ് കഴിച്ചൊക്കെ നിൽക്കുന്ന ഈ പറഞ്ഞ കണക്ക് 4 കുട്ടിയെ പായസം കഴിക്കാൻ ഭാഗ്യമില്ലാതെ പോയ അനേകരിൽ ഒരാളായിരുന്നു ഞാൻ എന്നത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ പിന്നിട്ട കാലങ്ങളിൽ. ഓണം എനിക്ക് അതുകൊണ്ട് അത്ര വലിയ സുന്ദരമാണെന്ന് പറയാൻ കഴിയില്ല. കുട്ടിക്കാലത്ത് ഓണം വളരെ സുന്ദരമായിരുന്നു. പഴയ ഒരു MGയുടെ ഒക്കെ പറഞ്ഞ 4 കെട്ടിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഓണം എനിക്ക് സുന്ദരമായിരുന്നു. പക്ഷേ മുതിർന്നപ്പോൾ എൻ്റെ ഓണം ഒട്ടും സുഖകരമായിരുന്നില്ല. പക്ഷേ ആ ഓർമ്മകൾ എനിക്ക് വലിയ കരുത്തായി നിന്നു എന്നതാണ് സത്യം. ഓക്കെ, ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ്റെ അനുഭവം. സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് പക്ഷേ എന്നാലും ഓക്കെ, അത് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതരം ബിസിനസ്സാണ്. അപ്പോൾ പറയും നമ്മുടെ ഓണത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് നിന്നാണല്ലോ തുടങ്ങേണ്ടത്. അതെ അതെ. അപ്പം എൻ്റെ ഈ നിറവും രൂപമൊക്കെ വെച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്കിടയിൽ അന്ന് ഈ മാവേലി എന്നൊക്കെ പറയുമ്പോഴൊരു ഇപ്പോഴത്തെ കൂട്ടുള്ള സുന്ദരനോ അല്ലെങ്കിൽ സുമുഖനോ കൊടകാരനായിട്ടുള്ള ഒരു രൂപമല്ല അന്ന് പൊതുവെ ഗ്രാമപ്രദേശങ്ങളിൽ. മാവേലി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ വാഴ കച്ചിയോ അല്ലെങ്കിൽ ഒരു കടുകൂട്ടൊരു തരം ഇതുള്ള ഒരു ചെടിയുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ. അത് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ആ ചെടിയെല്ലാം കൂടി ഇങ്ങനെ മൊത്തം കൂട്ടി വെച്ച് ഒരു ഭീകര രൂപം എന്ന് വേണേൽ പറയാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള രൂപമായിരുന്നു അന്ന് പണ്ട് മാവേലിയും കൊണ്ടുപോവുക എന്ന് പറയുന്നത്. അപ്പോൾ കുറേ കുട്ടികളെല്ലാം കൂടി മാവേലി വന്നെ തേത്തെ ആണ്ടിലൊരിക്കൽ തേത്തെ എന്നും പറഞ്ഞിട്ട് എല്ലാ വീടുകളിലും ചെന്ന് ഇങ്ങനെ ഒരു പൈസയൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ സ്ഥിരം മാവേലി എന്നുള്ള ആകുമായിരുന്നു. പിന്നെ അതുകൊണ്ട് കളികൾ നമുക്കിപ്പോൾ എന്താണ് അന്നത്തെ ഈ കുടവൂത്തും കൈകൊട്ടിക്കളിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, തലപ്പന്ത് കളി, ഈ ഓണത്തോടനുബന്ധിച്ച് നടന്ന കളികളൊന്നും അതെല്ലാം അന്യം നിന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മുടെ ജീവിതം പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഓണാഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുത്ത് നമ്മൾ സായുജ്യമടയുകയാണ് ചെയ്യുന്നത്. പക്ഷേ പണ്ട് ആ കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ വളരെ സജീവമായിരുന്നു ആഘോഷങ്ങൾ. പകൽ ആഘോഷമായിരുന്നു. നേരം വെളുത്തുടനെ അത്തമിടണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഈ പൂവർക്കലും അതും ഇതും അങ്ങനെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഈ ആലത്തിൻ്റെ ചുവട്ടിൽ ഉള്ള ഊഞ്ഞാലാട്ടവും പാട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ സാമൂഹിക പശ്ചാത്തലത്തിനും ഒരു മാറ്റം വന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഈ ആഘോഷങ്ങളിൽ മദ്യം എന്ന് പറയുന്ന ഒരു പിന്നെ സാധനം നമ്മൾ എപ്പോഴും അകറ്റി നിർത്തുന്നു. അല്ലെങ്കിൽ മദ്യപാനികളെ അല്ലെങ്കിൽ ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് വരുന്നവരെ പേടിയോടുകൂടി കാണുന്ന കുട്ടിക്കാലവും അങ്ങനെയുള്ള ആൾക്കാരുമായിരുന്നു അന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അതെ അതെ, അത് കള്ളൊക്കെയാണ്. അതെ അതെ, കാരണം അവര് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ വളരെ അത് അവരെയൊന്നും കണ്ട് പഠിക്കരുത്, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചത് കള്ളുടിയും വരുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു. അതെ അതെ, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മൾ ഇപ്പം മദ്യപിക്കുന്നത് ഒരു അഭിമാനമാണ് എന്നുള്ള ഒരു തോന്നലുള്ള അവനൊന്നുമല്ല. അതെ അതെ, ഇന്ന് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതേപോലെ തന്നെ ഓണത്തിന്റെ ആഘോഷങ്ങളും അങ്ങനെ തന്നെ മാറിയിട്ടുണ്ടാകും. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഓണം വല്ലാണ്ട് ഈ ബിസിനസ്സാക്കി മാറ്റുന്നുണ്ട് എന്നൊരു ആക്ഷേപം വളരെ വ്യാപകമായിട്ട് വരുന്നുണ്ട്. എന്ത് പറയുന്നത്? തീർച്ചയായിട്ടും. ഇപ്പം എന്താണ് ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ
നമ്മളിപ്പോൾ ടി വി വാർത്ത കാണാൻ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര സമയം കൊണ്ട് വാർത്ത എന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇങ്ങനെ പരസ്യങ്ങളുടെ കുത്തൊഴുക്കാണ്. അതേകൂട്ട് സമ്മാന പെരുമഴ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നമ്മുടെ ന്യൂസ് പേപ്പറുകളുടെ ഫസ്റ്റ് പേജ് എല്ലാം പരസ്യം, ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം പരസ്യം വാർത്തകൾ. അപ്പൊ ഒരു വ്യാപകമായ ഈ ഓണത്തെ, അതിപ്പോ നമ്മളുടെ കുട്ടിക്കാലത്ത് കേൾക്കാതിരുന്ന ഒരു സാധനമായിരുന്നു ഈ സ്വർണം വിറ്റിരിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, എന്താണ് തൃതീയ എന്നൊക്കെ പറഞ്ഞൊരു ദിനം. നമ്മള് കേട്ടിട്ട് പോലെയല്ല. പക്ഷെ ഇപ്പോൾ അത് അക്ഷയ തൃതീയക്ക് വേണ്ടി സ്വർണം വാങ്ങാൻ ആ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾ കേട്ടിട്ടില്ല, പറയത്തില്ല. അതെ പിന്നീട് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ കാര്യം, ഇതൊരു ഓണം എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്നുള്ള ആ ഒരു തലത്തിലേക്ക് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കല്ലോ. കാരണം നമ്മൾ കൺമുമ്പിൽ കാണുന്ന ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് തന്നെ ഒരു ബിസിനസ് എന്നുള്ള ഒരു അതിന്റെ ആ ഓണത്തിന്റെ ആ ഒരു ഇതങ്ങ് പോയി എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാനത് എടുത്ത് ചോദിച്ചതിന്റെ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഓണം ഒരു ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ആത്മീയതയുടെ ഉത്സവം കൂടിയായിരുന്നു. അങ്ങനെയായിരുന്നു നമുക്ക്. അപ്പൊ ആ നിലയ്ക്ക് മാത്രമല്ല, നമ്മളൊരു വിളവെടുപ്പ് ദിനമാണല്ലോ ഈ കാർഷിക വിളവെടുപ്പിന്റെ അന്തരീക്ഷവും. അതായത് ഈ കർക്കിടകം മാറി നമ്മൾ ചിങ്ങത്തില് പ്രവേശിച്ചു, പിന്നെ അങ്ങോട്ട് ഉത്സവങ്ങളുടെ ഒരു സമയമാണ്. അപ്പൊ ഒരു സന്തോഷത്തിലേക്ക് കടക്കുന്നതാണ്. അപ്പൊ അതിനാകെ കൂടി ഒരു ദിവ്യമായ അന്തരീക്ഷമായിരുന്നു തുടക്കത്തിലെ, അങ്ങനെയായിരുന്നു. പക്ഷെ അത് ഇതെല്ലാം ഇപ്പൊ പൂക്കള് പോലും കിട്ടാനില്ല, അതും കച്ചവടമായില്ലേ വരുന്നതല്ലേ. അതേ സമയത്ത് നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, വീടുകളിൽ നിന്ന് പിള്ളേര് പൂ പറിക്കാൻ ഇറങ്ങുക, ഇവരൊക്കെ ഇറങ്ങി പാത്രങ്ങളുമായിട്ട് ഇറങ്ങി പോയിട്ട് പൂവൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇടുന്ന ഒരു അന്തരീക്ഷം. ഇപ്പൊ ആരും പൂ പറിക്കാൻ പോകുന്നു. അല്ല, അന്ന് കുറെ കാടുകളും ഉണ്ടായിരുന്നു. ഇന്ന് കാടുള്ള സ്ഥലത്തെല്ലാം വീടുകളായി, കാട്ടിൽ പൂവില്ല, വീടുകളായി എല്ലാം. അതായത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അല്ലല്ല, മാറ്റങ്ങൾ ഉൾക്കൊള്ളണം, പക്ഷേ അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അതെ, അല്ല, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേയധികം പരിവർത്തനം ഉണ്ടായിരുന്നു. ഏതൊരു ബിസിനസിന്റെയും ഭാഗമാണ് മാർക്കറ്റിംഗ്. അത് ആ സ്ട്രാറ്റജി മാർക്കറ്റിംഗ് വരുമ്പോൾ ഈ പറഞ്ഞ അതിന്റെ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നു. അത് വേറെ, പക്ഷേ ഒരു ഭൗതിക വസ്തുവായി മാറുന്നു. അതെ, ഇതിന്റെ എന്താണ് ഈ പറഞ്ഞ ഇതൊരു മാർക്കറ്റിംഗ് ശരിയാകത്തുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടക്കാർ തന്നെ എടുത്തിട്ട് ഇപ്പോഴും നമ്മളിപ്പോ ഈ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്, എന്താണ് ഈ 4 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു അത് അങ്ങയുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്? ഇല്ല. അപ്പൊ ഇത് അല്ല, എനിക്ക് അതിന് മാർക്കറ്റിങ്ങിന് എല്ലാത്തിനും മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് നടന്നു കഴിഞ്ഞാല് ഗവൺമെന്റ് തലത്തിനത് അത് ചില ആൾക്കാർ തോന്നുമ്പോൾ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ആ പ്രവൃത്തി നല്ലതാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ വേറെ കച്ചവടക്കാരെ സഹായിക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരു 3-4 മാസം മുമ്പ് MDMA-ക്കെതിരായിട്ട് വളരെ പ്രചരണം നടത്തി. സർക്കാർ തലത്തിൽ ശക്തമായിരുന്നു, മീഡിയ തലത്തിൽ. അത് ആർക്കാ ഗുണം ചെയ്യുന്നത്? MDMA കച്ചവടം ചെയ്തതിന് അവന് പരസ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവൻ ആരെ കൊണ്ട് പരസ്യം ചെയ്യിച്ചു? മീഡിയക്കാരെ കൊണ്ട് പരസ്യം ചെയ്യിച്ചു, സർക്കാരിനെ കൊണ്ട് പരസ്യം. ഇത് സത്യമാണെന്നുള്ളത് മനുഷ്യരെ ചിന്തിക്കേണ്ടത്. ഒരു രാജ്യത്തും ഒരു മയക്കുമരുന്നിനായിട്ട് ഇങ്ങനെ ഒരു ഗവൺമെന്റും ചെയ്യത്തില്ല, ഒരു മീഡിയയും ചെയ്യത്തില്ല. ലോകത്തില് എവിടെയൊക്കെ മയക്കുമരുന്നുണ്ട് അവിടെയൊക്കെ ആരും അറിയാണ്ട് വിപണനം നടത്തുന്ന തൂക്കിക്കൊല്ലിയ അല്ലാതെ പഠിപ്പിക്കും. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതാദ്യം ചെയ്യേണ്ടതിന് പകരം ഇതൊരു കാടടച്ച് വെടിവെക്കുന്ന കണക്ക് ഒരു പരസ്യം. ശരിയാണോ? തൽക്കാലം അത് നിൽക്കും, പക്ഷേ അതിന്റെ 100, അതായത് ഒരു 5 വയസ്സ് മുതൽ ഉള്ള ഒരു 70 വയസ്സുള്ള MDMA എന്താണെന്ന് കൃത്യമായിട്ട് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കും. ഇതാണ് മാർക്കറ്റിംഗ്. അത് അവർക്ക് 5 പൈസ ചെലവും ഇല്ല. ശരിയാണോ? നേരെ മറിച്ച് സ്വർണ്ണക്കടക്കാർ ചെയ്യുന്ന മാർക്കറ്റിംഗ് വേറെ.
അത് അവര് പൈസ മുടക്കിട്ടെ. നമുക്ക് നമ്മുടെ നാടകക്കാരനെ ഒന്ന് കേൾക്കാം. ശരി. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് പൊതുവേ ഒരു ദാരിദ്ര്യം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. മത്സ്യത്തൊഴിലാളികളും കയർ ഫാക്ടറിക്കാരും കൂടെ തിങ്ങിപ്പാർക്കുന്ന ഇടയിലാണ് ഒരു കൊച്ചു ഗ്രാമമാണ് ഈ മംഗലം എന്ന് പറയുന്നത്. ഈ കർക്കിടക മാസം കഴിഞ്ഞിട്ടാണല്ലോ ഓണം വരുന്നത്. അന്ന് ദാരിദ്ര്യ മേഖലയാണ്, കടലിലും പണിയില്ല, പഞ്ഞമാസം. കിഴക്കോ നമ്മുടെ കയർ ഫാക്ടറിക്കാർക്കും പണിയില്ലാത്ത ഒരു അവസ്ഥ. എല്ലാവരും കൂടെ ഇങ്ങനെ ദുരിതം പിടിച്ച രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് ഓണത്തിന്റെ വരവ്. ആ ഓണം വരുന്ന സമയത്ത് സാധനങ്ങൾ വാങ്ങാനോ ഓണക്കോടി എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആകെ വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്നതാണ് ഈ ഓണക്കോടി. പക്ഷെ അതെടുക്കാനുള്ള സമ്പത്തൊന്നും അന്നില്ല, ആരുടെ കയ്യിലും ഇല്ല. അപ്പം എൻ്റെ ഫാദർ പട്ടാളക്കാരനായതുകൊണ്ട് ഞങ്ങൾക്ക് മാസം അന്ന് പൈസ വരും, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു സന്ദർഭത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു രക്ഷയില്ല. നാളെ ഓണമാണ്, ഇന്ന് മുതൽ അവരുടെ വീട്ടിൽ പട്ടിണിയാണ്. അപ്പോൾ ഈ ഒരു വിഷമം അവൻ്റെ മനസ്സിലുണ്ട്, ഓണക്കോടിയില്ല, അങ്ങനെയൊക്കെ വന്നു. അപ്പം എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു പ്രയാസം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പുലി കളിക്കാം. ഓരോ വീടിൻ്റെ വാതിക്കലും പോയി ഒരു പുലികളി ഉണ്ടാക്കിയിട്ട് നമുക്കെല്ലാം കൂടെ എന്തെങ്കിലും കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മുഖത്ത് ചായയൊക്കെ തേച്ച് പുലിയായി ഒരാൾ ഈ വെടിവെക്കാൻ സായിപ്പൊക്കെ ആയി. അപ്പോൾ ഈ മടൽ കൊണ്ട് ഒരു തോക്കിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കി വെട്ടിയെടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഓരോ വീടാൻ തുറന്ന് നടന്ന് കളിക്കുമ്പോൾ അവരുടെ ഉള്ളത് അന്നും ചെറിയ ചെറിയ നാണയത്തുട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആ തരുന്നത് സംഘടിപ്പിച്ച് ഇങ്ങനെ വെടിവെക്കും, അലച്ചു വിളി വീഴും, എന്തെങ്കിലുമൊക്കെ കാണിക്കും. അങ്ങനെ വീട്ടുകാർക്ക് സന്തോഷമായി എന്തെങ്കിലുമൊക്കെ തന്നിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ സ്വരുക്കൂട്ടി ഞങ്ങൾ ഈ പണം അവൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. അപ്പം അവർ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് അവർക്ക് ഓണാഘോഷമായി. ഞങ്ങൾ ചെയ്തൊരു ആ സമയത്ത് ചെയ്തൊരു ആലോചനയാണ്. അവനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഓണത്തിന് വേണ്ടി പിറ്റേ ദിവസം സദ്യ ഒരുക്കി അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കഴിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാം ചേർന്ന് കഴിച്ചിട്ട് നേരത്തെ റോയ്സ് പറഞ്ഞ പോലെ ഈ ഊഞ്ഞാല്, അതിന് ആലാത്തെന്നൊക്കെ പറയും, അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഞങ്ങളുടെ അടുത്ത വീട്ടിലെ അമ്മമാരും കൊച്ചു പിള്ളേരും എല്ലാം കൂടെ ചേർന്ന് ഒരു കൈകൊട്ടിക്കളി, എല്ലാവരും കൂടെ ചേർന്ന് അന്ന് എല്ലാ തിരുവാതിരയില്ല, അന്ന് എല്ലാ നമ്മുടെയൊക്കെ മേഖലകളിലെല്ലാം അടുത്തടുത്ത് വീട്ടിൽ കുളങ്ങളുണ്ട്, ചെറിയ ചെറിയ കാവുകളുണ്ട്, ചെത്തിപ്പൂ കിട്ടും. അടുത്ത വീടുകളിൽ നടന്ന് ചെറിയ ചെറിയ മുല്ലപ്പൂവ് അങ്ങനെയുള്ള പൂക്കളൊക്കെ കിട്ടും. അതൊക്കെ ശേഖരിച്ചിട്ട് ഈ കുളത്തിൽ ഇറങ്ങിയിട്ട് പച്ച മണ്ണ് കൊണ്ടുവന്ന് അവിടെ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു വെളിം പ്രദേശമുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഈ മണ്ണ് കൂട്ടിയിട്ട് ഞങ്ങൾ വലിയൊരു അത്ത വിട്ടു. അത് ഞങ്ങൾ തന്നെ പോയി പറിച്ച് പൂക്കൾ കൊണ്ടുവന്ന് അതിൽ അലങ്കരിച്ച് സന്തോഷമായി എല്ലാ അമ്മമാരും ഒക്കെ അവിടെ നടന്നിട്ട് ഒരു കൈകൊട്ടി ഒരു പാട്ടൊക്കെ വെച്ച് അവരെ കളിക്കും, കുറച്ചൊരു ഊഞ്ഞാലാടും. അന്നിങ്ങനെ മദ്യത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ല ആ ഭാഗത്ത്, അങ്ങനെയുള്ളൊരു പരിപാടിയില്ല. അതിങ്ങനെ വൈകുന്നേരം വരെ കുഴയും. അപ്പം കുറച്ച് 3-4 ദിവസം കറിയൊക്കെ ഉണ്ടാക്കി അത് കൂട്ടിക്കഴിച്ച് പിറ്റേ ദിവസം പട്ടിണിയാണ്. അപ്പോൾ ഈ ഓണം ഉണ്ട വയറ് പിറ്റേ ദിവസം ഒഴിഞ്ഞെന്ന പോലെ ഒരു കാലഘട്ടമായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ഒരു സുന്ദരമായ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇവിടെ ഈ കൂട്ടത്തിലുള്ള ഒരേ ഒരു ചെറുപ്പം ഏറ്റവും ഞങ്ങൾ ഓർത്തെടുക്കുന്ന കാര്യം ഇപ്പം എന്ത് പറയാനാണ് കുഞ്ഞിന്റെ ഒരു ഓർമ്മയിൽ പറ. എന്റെ ഓർമ്മയെന്ന് പറയുവാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാരും പറയുന്ന പോലെ തന്നെ നിന്ന് പോയെന്ന് പറയരുത്. എന്റെ കുഞ്ഞിലെയൊക്കെ ഇതുപോലെ പൂ പറിക്കാനൊക്കെ പോയിട്ടുണ്ട്. ആരും വീട്ടിൽ നിന്ന് പൂ തരത്തില്ല. ഇവർ പറയും ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും ഇങ്ങനെ നട്ട് പരിപാലിച്ച് കൊണ്ടുവരുന്ന ചെടിയൊക്കെ ആയിരിക്കും. ഞങ്ങള് പതുക്കെ ചെന്നിട്ട് ഒരാള് പൂ പറിച്ചോണ്ടെന്ന് ചോദിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് പേര് അത് പറിച്ചെടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ വഴക്ക് പറയും. 10 ദിവസവും ഞാൻ താമസിച്ച സ്ഥലത്തെന്ന് പറയുന്നത് ഫുള്ള് ഹിന്ദു ഫാമിലീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ക്രിസ്ത്യൻ ഫാമിലി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും കൂടെ രാവിലെ ഇറങ്ങി ഇതുപോലെ ഏതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ പോയി റോയ് സാറ് പറഞ്ഞ പോലെ പൂ മോഷ്ടിക്കും. അവരുടെ എന്തെങ്കിലും ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി വരും. അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് പിന്നെ കൂടുതലും ഇലയൊക്കെ യൂസ് ചെയ്ത് കിട്ടുന്ന അവിടെ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്ത് ആദ്യത്തെ ഒരു വീട്ടിൽ പോയി അത്ത വീടും. അവിടുന്ന് കഴിയുമ്പോഴത്തേക്കും ബാക്കി എവിടുന്നെങ്കിലും ഒക്കെ ഉള്ളതും ബാക്കി പറിച്ചും അടുത്ത സ്ഥലത്ത് പോയി എത്തവിടെ. എന്നിട്ട് ഈ 4 ഫാമിലിയിലും ഞങ്ങളുടെ വീട്ടിലും ഉൾപ്പെടെ 4 വീട്ടിലും അത്തമൊക്കെ ഇട്ട് അങ്ങനെയാണ് 10 ദിവസം പോകുന്നത്. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഏതെങ്കിലും ഒരു വീട്ടിൽ ഈ 4 ഫാമിലീസിനും കൂടെ അവർ സദ്യ ഒരുക്കും, എല്ലാവരും കൂടെ പങ്കുവെക്കും. അങ്ങനെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ. അപ്പം നിങ്ങളെല്ലാവരും ഇരുന്ന് ഇതെല്ലാം നിന്ന് പോയി എന്ന് പറയുമ്പോൾ അതെ, അപ്പൊ ഞാൻ പറയും എന്റെയൊക്കെ കാലം കഴിഞ്ഞാണ് അത് നിന്ന് പോയെന്ന് ഞാൻ പറയുള്ളൂ. മുഴുവനായിട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു അതെന്താന്നറിയാ,
നിന്ന് പോയിട്ടില്ല, അതിന് വകഭേദം വന്നു. പണ്ടെന്ന് പറയാൻ നേരത്ത് ഇന്ന് ഇപ്പൊ എന്റെ ഒരു അമ്മോള് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അല്ല പറഞ്ഞോ എന്റെ അനുഭവത്തില് നമ്മള് ഈ കുട്ടിക്കാലത്ത് സദ്യ ഒന്നും ഉണ്ടിട്ടില്ല. ഓണം ആഘോഷിക്കും, പക്ഷെ സദ്യ കൊണ്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും തരാൻ വേണ്ടേ, എല്ലാവരും വെക്കണം. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കണക്ക് ചേട്ടൻ പറഞ്ഞ കണക്ക് സണ്ണിച്ചേട്ടൻ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു ദുരിതത്തിന്റെ കാലഘട്ടമാണ് മാസം. നമ്മളെല്ലാം തീരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എവിടെ നോക്കിയാലും പഞ്ഞമാസം തന്നെയാണ് ഓണം വരുന്നത്. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് അത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓണം, അല്ലാണ്ട് വയറുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിച്ചിട്ടില്ല. കാരണം അന്നത്തെ കാലം. പക്ഷെ അതിന് പകരമാണ് ഇന്ന് നമ്മള് ഇഷ്ടംപോലെ സംഘടന. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പരിപാടി 2-ാം തീയതി അമ്മമാർക്ക് വേണ്ടിയിട്ട് നടക്കും. ഞാൻ എന്റെ സാമ്പത്തിക ഭദ്രത കൈവരിച്ച ശേഷം അന്ന് മുതൽ ഓണം ആഘോഷിക്കാൻ തുടങ്ങി. എന്റെ പരിസരത്തുള്ള എന്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ 17 വർഷത്തോളമായി. അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്തിന് ഓണത്തിന്റെ പരിപാടി തുടങ്ങിയത് ഈ സ്ഥാപനം. അന്ന് ഈ പെപ്പാമ്പിച്ചൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അന്ന് നമ്മുടെ അടുത്തുള്ള എല്ലാ അമ്മമാരെയും വിളിച്ചിട്ട് ഓണാഘോഷം തുടങ്ങി. അതിനുശേഷം ഈ കഴിഞ്ഞ ഇനിയിപ്പോ അടുത്ത ഞങ്ങളുടെ 2-ാം തീയതിയാണ് 500 അമ്മമാരെ പങ്കെടുക്കുന്ന ഓണപരിപാടിയാണ്. സദ്യ കൊടുക്കുന്നത് 500 പേര്. 2-ാം തീയതി ഇതിനിടയിലാണ് എന്റെ അടുത്ത ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞ്, ചോദിച്ചിട്ട് നമ്മുടെ കുട്ടികളുണ്ട്, 80 പേര് വരുന്ന കുട്ടികളാണ്, അവർക്ക് ഓണം ആഘോഷിക്കാം. അപ്പൊ അവരാദ്യം വിചാരിച്ചു ഈ പറഞ്ഞ കണക്ക് അവര് 100 രൂപ വെച്ച് കളയും. പക്ഷെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ഞാൻ പറഞ്ഞ ആ കുട്ടികളുടെ കാര്യം ഓണം ഞാൻ ഏറ്റു. എൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ ബാല്യകാലത്തിലുപരി ഇപ്പം ഞാൻ ഓണത്തിൻ്റെ ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ ഇപ്പോൾ റോയ് സാർ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു 2 വർഷം മുമ്പ് എനിക്ക് കേരളത്തിൽ എത്താൻ സാധിച്ചില്ല. ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് എക്സാം കിട്ടി തിരുവോണത്തിന്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഈ ഓണത്തിന് ഞങ്ങളുടെ മെസ്സിലെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രീംലി പത്തറ്റിക് ആയിട്ടുള്ളൊരു സംഭവം, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കോളേജിൻ്റെ ദിശയിൽ ബാക്ക് സൈഡിൽ ഒരു സ്ഥലത്ത് 200 രൂപയിൽ ഓണസദ്യ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 300 രൂപക്ക് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ന്യൂട്രലി നിങ്ങൾക്ക് എന്ത് വേണോ എന്ന് വെച്ച് ഫ്രണ്ട്സുമായിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങളെന്ത് തീരുമാനിച്ചോ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. പക്ഷേ ഓണം ആയതുകൊണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കംപ്ലീറ്റ്ലി അലേർട്ടായിരുന്നു ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും പുറത്ത് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞു നമുക്ക് ആ 200 രൂപ കഴിക്കുന്ന സ്ഥലത്ത് പുറകിൽ കൂടെ പോകാം, അതാകുമ്പോൾ സേഫാന്ന് പറഞ്ഞു. ഈ മുമ്പിൽ കൂടെ പോവുകയാണെങ്കിൽ മതിൽ ചാടി വേണം പോകാൻ. അപ്പോൾ ഞാൻ ന്യൂട്രലായിരുന്നുകൊണ്ട് ഞാനൊന്നും മിണ്ടാണ്ട് നിന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ചൊല്ല് പറഞ്ഞു, കാണം വിറ്റ് ഓണം ഉണ്ണണമെന്ന് പറഞ്ഞു, പൈസ വിഷയമല്ല, നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റിസ്ക് വെച്ചു. സെക്യൂരിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അവിടെ സെക്യൂരിറ്റി ഒന്നും കാണില്ല, സേഫാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ പുറകെ പോയി. ഇവൻ വന്നിട്ട് പെട്ടെന്ന് ഞങ്ങളെയും കൊണ്ട് മതിൽ ചാടി അങ്ങ് പോയപ്പോഴും വിസിലടി കേട്ടാണ് ഞങ്ങൾ ഞെട്ടിയത്. നേരെ സെക്യൂരിറ്റിമാർ ഞങ്ങൾ വന്ന് വളഞ്ഞു. ഒരു കൂട്ടുകാരൻ ചെതറി ഓടിയത് ഒരു കുളത്തിലേക്കായിരുന്നു. വലിയ ദുരന്തമാണല്ലോ. നല്ല ദുരന്തകര ഓണമായിരുന്നു. അപ്പോൾ ആ കുളത്തിലാണെങ്കിൽ ഫുള്ള് ചതുപ്പുമായിരുന്നു. ഒരുത്തൻ രക്ഷപ്പെട്ടു, പക്ഷെ അവൻ ഒറ്റ ഓണസദ്യ കഴിക്കാൻ പോയില്ല എന്ന് പറഞ്ഞു. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഇങ്ങോട്ട് വന്നു. ഓണസമ്മാനമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും 2000 രൂപ ഫൈനും കിട്ടി. എനിക്ക് നല്ല ഓർമ്മകളാണ് ഇതേക്കുറിച്ച്. എനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ഞാൻ ഒറ്റമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഈ ജുവലും അതിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു പ്രത്യേകത, ഞങ്ങളുടെ വീടിൻ്റെ നേരെ കിഴക്കുവശം പുഴയാണ്. പുഴ കഴിഞ്ഞ് അപ്പുറത്ത് ചെന്നാൽ കംപ്ലീറ്റ് ആയിട്ടും ഹിന്ദുക്കളാണ് എല്ലാവരും ഉണ്ടാവുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ പശുവുണ്ട്, 2-3 പശുക്കളുണ്ട്. അപ്പോൾ ഈ ഫാദർ നിർബന്ധപൂർവ്വം ഇതിന് പുല്ല് വെട്ടി കൊടുക്കണം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പണി സ്കൂളിൽ നിന്ന് വന്നാൽ മുട്ടനെ പുല്ല് വെട്ടാൻ പോകണം. അപ്പോൾ എവിടെ പുല്ലുള്ളത്? ഹിന്ദുക്കളുടെ വീട്ടിലെ പുല്ലുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകും. അവരുടെ വീട്ടിൽ പോയി പുല്ലൊക്കെ വെട്ടി തിരിച്ചു. അപ്പം അവരുമായിട്ട് ഭയങ്കര ബന്ധമായി. അപ്പം അതുകൊണ്ട് ഈ ഓണം ഞങ്ങൾ ആഘോഷിച്ചിരുന്നത് ശരിക്കും വീട്ടിലല്ല, അവരുടെ വീട്ടിലല്ല. ഞങ്ങൾ എല്ലാവരും തന്നെ അവിടെ പോവുകയും അവിടെ ഒരുപാട് വിഭവങ്ങൾ, ഇപ്പം ഈ പറഞ്ഞ കണക്ക് പിന്നെ അവിടെയാണ് ഞങ്ങൾ ഊഞ്ഞാലാടുന്നത്, ഇതെല്ലാം ചെയ്തിരുന്നത്. ശരിക്കും ആ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു സന്തോഷകരമായ ഓണമാണ് എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര സമൃദ്ധിയാണ് എല്ലായിടത്തും. പിന്നെ ഈ ഓണത്തിന് പല ഓണങ്ങളിലും ഫിഷർമെനും സന്തോഷം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് വരുന്നതാണ് ഈ പിന്നെ വർഷം തീരാറായി വരുന്ന, അപ്പൊ നല്ല
മറ്റേ കടപ്പുറത്ത് തീരാറായി വരുന്ന സമയത്ത് നല്ലപോലെ കടപ്പുറത്തെ പണി ഉണ്ടാവും. അതെ 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 അതെ. അതുകൊണ്ട് ഒരു സമൃദ്ധിയുടെ സമയമാണ്. ശരിക്കും ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ ചാകര, അതെ അതെ. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വാസ്തവത്തിൽ ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഓണസമയം എപ്പോഴും ഒരു സന്തോഷകരമായ അനുഭവങ്ങൾ തന്നെയായിരുന്നു. ഇന്നുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഈ നമ്മൾ പിന്നെ ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ ജാതി മത ഭേദമന്യേ എല്ലാവരും തമ്മിൽ അടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു കൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഈ ഓണം ഒരു ദൈവരാജ്യ അനുഭവമാണ് എന്നും പറഞ്ഞിട്ട് അതങ്ങനെ ഉണ്ട് അതിനകത്ത് പങ്കുവയ്ക്കൽ. അതാ സത്യമാണല്ലോ അത്. മാവേലിയുടെ കൺസെപ്റ്റ്. സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയതയെ അത് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഈ നമ്മുടെ ഏതാണ്ട് സമയം പൂർത്തിയായതുകൊണ്ട് ഈ കടലിൻ്റെ തീരത്ത് പ്രത്യേകിച്ചും റോയ് സാറിൻ്റെ പ്രത്യേക കൃപയാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒന്ന് സമ്മേളിക്കാൻ പറ്റി. നമ്മൾ ഓണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ പങ്കുവെച്ചു. ഇതൊരു നല്ല അനുഭവമാണ്. ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും, വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് പങ്കുവെച്ച എല്ലാവർക്കും റേഡിയോ നെയ്തലിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.